ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ യാതൊരു പൈസ മുടക്കില്ലാണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് 3 സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ത്രെഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കയ്യിൽ വേണ്ട 3 സാധനങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അലോവേറ ജെല്ല്, പിന്നെ ഒരു റേസർ, പിന്നെ നമ്മുടെ പിരികം വളർന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസേഴ്സ്. ആദ്യം തന്നെ നമ്മുടെ നല്ലൊരു കറുത്ത കളറ് ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ പിരികം നമ്മൾക്ക് ഏത് ഷേപ്പിനാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിന് നമ്മൾ വരച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഓൾറെഡി പിരികം കുറവായതുകൊണ്ട് ഞാൻ 3-4 മാസം എത്തിയിട്ടാണ് പിരികം ത്രെഡ് ചെയ്തത്. ചിലപ്പോൾ ഞാൻ 6 മാസമൊക്കെ എത്തി പിരികം ത്രെഡ് ചെയ്ത സമയമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയ്ക്കും കട്ടി കുറവാണ് എൻ്റെ പിരികത്തിന്. അപ്പോൾ നല്ല ഹെയർസൊക്കെ ഉള്ളവർക്ക് മാസത്തിൽ എപ്പോഴും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഐബ്രോസ് നല്ല ഷേപ്പിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അലോവേറ ജെൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ തേക്കാം. അലോവേറ ജെല്ലാണ് ഇച്ചിരിയോടെയും നമുക്ക് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അലോവേറ ജെല്ല് നമ്മുടെ പിരികത്തിൻ്റെ അവിടെയും മുഖത്തൊക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ റേസർ ഉപയോഗിച്ച് നമ്മുടെ ഐബ്രോയുടെ വരച്ചേക്കുന്ന ലൈന് ഔട്ട്സൈഡിലുള്ള ഹെയർസൊക്കെ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഇടയ്ക്ക് ഡ്രൈ ആവും ഈ അലോവേറ ജെല്ല് തേച്ചേക്കുന്ന നേരം. അപ്പോൾ ഡ്രൈ ആകുമ്പോൾ വീണ്ടും അലോവേറ ജെല്ല് തേച്ച് കൊടുക്കുക. ഞാനിവിടെ എപ്പോഴും മറ്റേ ഐബ്രോസ് ത്രെഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫേസിലുള്ള ഹെയർസും കൂടെ റിമൂവ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ മീശയുടെ ഭാഗത്തൊക്കെ കുറച്ച് ഹെയർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഫേസ് റേസ് ചെയ്യണമെന്ന ഫേസിലെ ഹെയർസും റേസ് ചെയ്ത് കളയണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഈ ഐബ്രോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഫേസൊക്കെ ചെയ്ത് നമ്മുടെ ഫേസ് ഡ്രൈ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ അലോവേറ ജെല്ല് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നമുക്ക് ഫേസ് മുറിയാനൊക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഐബ്രോസും ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ആമസോണിൽ മേടിക്കാൻ കിട്ടും ഐബ്രോ ത്രെഡിങ് സിസർ എന്ന് പറഞ്ഞിട്ട്. ആ സിസേഴ്സ് എടുക്കുക. നമ്മുടെ പിരികം വളർന്ന് നിൽക്കണ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈരി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഐബ്രോ ത്രെഡിങ് വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.